ഈശോയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ കർത്താവ് ഈശോ മിശിഹാ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ലാണ്ട് നമ്മൾ പറയും എന്താണത്? വിശുദ്ധ കുർബാന. ഈശോ ഒത്തിരി സമ്മാനം നമുക്ക് തന്നിട്ടുണ്ട്. ഈശോയുടെ അമ്മ, പരിശുദ്ധ അമ്മ നമുക്ക് തന്നിട്ടുണ്ട്. ഈശോ അപ്പ എന്ന് വിളിച്ച ദൈവത്തെ നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഈശോയുടെ ശരീരമാകുന്ന സഭയിൽ നമ്മൾ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഈശോ തന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാണെന്ന് ചോദിച്ചാൽ പക്ഷേ നമ്മൾ എന്നാ പറയണം? വിശുദ്ധ കുർബാന. കാരണം ഈശോയുടെ ശരീരവും രക്തവും ഈശോ നമുക്ക് തന്നു. ഈശോ ഏറ്റവും വിലയുള്ളത് നമുക്ക് തന്നു. ആ കുർബാന ഓരോ തവണ നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കുന്ന സമയത്ത് എന്നെ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നമുക്ക് കിട്ടുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചിട്ടില്ലേ? വിശുദ്ധ കുർബാനയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, നിത്യജീവൻ്റെ അപ്പം, നിത്യജീവൻ്റെ വചനങ്ങളെക്കുറിച്ചൊക്കെ ഈശോ പറയുന്നൊരു സമയത്ത് 6-ാമത്തെ അധ്യായത്തിൽ 56-ാം വാക്യത്തിൽ ഈശോ ഇങ്ങനെ പറയും, ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവന് ലിറ്ററലി ഈശോ എടുത്ത് പറയുകയാണ്, എൻ്റെ ശരീരവും എൻ്റെ രക്തവും സ്വീകരിക്കുന്നവന് എന്നെ കിട്ടുന്നത് ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. എന്ന് വെച്ചാൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച ഞാനും നിങ്ങളും ഈശോയെപ്പോലെ ഈശോയിൽ ഒന്നായി തീരുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൊക്കെ പൗലോസിലെ പറയുന്നില്ലേ, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മുഴുവൻ ഇതാണ്, ബാക്കിയെല്ലാം പോയാലും എനിക്ക് ഈശോയെ നേടണം, ഈശോയിൽ ഒന്നായി തീരണം. അതെവിടെയാണ് സംഭവിക്കുക? വിശുദ്ധ കുർബാനയിൽ. എന്നെ സ്വീകരിക്കുന്നവനെ, എൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നവനിൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. ഏറ്റവും വിലയുള്ള ഗിഫ്റ്റ് ഈശോ നമുക്ക് തന്നിരിക്കുകയാണ് വിശുദ്ധ കുർബാന, ഈശോയുടെ ശരീരവും രക്തവും. അത് നമ്മൾ എങ്ങനെ അർപ്പിക്കണം? വിലയുള്ളത് നമുക്ക് കിട്ടുമ്പം നമ്മളും വില കൊടുക്കണം. ഏറ്റവും മൂല്യമേറിയത് ഈശോ നമുക്ക് തരുമ്പം നമ്മൾ നന്നായിട്ട് വില കൊടുത്തിട്ട് വേണം ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട സ്വരങ്ങളെ ചില സമയത്തൊക്കെ നമുക്കിങ്ങനെ ഒരു ടെംപ്റ്റേഷൻ, ഒരു വെല്ലുവിളി, ഒരു പ്രലോഭനം പോലെയൊക്കെ ഇങ്ങനെ വരാം. കുർബാന ഇത്രയും നേരം നീണ്ടു നിൽക്കുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച സമയത്തല്ല ബലിയർപ്പണം ആരംഭിക്കുന്നത്, തീരുന്നത് ചിലപ്പോൾ സമയം കൂടുതലാണ് എന്നൊക്കെ തോന്നി നമ്മളിങ്ങനെ നിൽക്കും. പക്ഷേ ഈശോയുടെ മുമ്പിൽ ബലിയർപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈശോയുടെ മുമ്പിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വില ഏതാണെന്നറിയോ? നമ്മൾ ഈ വറീഡാവുന്ന, നമ്മൾ ഈ സങ്കടപ്പെടുന്ന നമ്മുടെ സമയം തന്നെയാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു 24 hours ഉള്ള ഒരു ദിവസം നമ്മൾ എന്തോരം കാര്യങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. എത്രയോ മണിക്കൂറുകൾ, ഒരു സിംഹഭാഗം മണിക്കൂറുകൾ നമ്മൾ നമുക്ക് വേണ്ടി തന്നെയാണ് മാറ്റിവെക്കുന്നത്. നമ്മുടെ ജോലി, നമ്മുടെ പഠനം, നമ്മുടെ വിനോദം, നമ്മുടെ വിശ്രമം എല്ലാം ഉണ്ട്. നമുക്ക് വേണ്ടി നമ്മൾ ഇഷ്ടംപോലെ സമയം മാറ്റിവെക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ ഒന്നായി തീരാൻ ആഗ്രഹിക്കുന്ന ഈശോ, ആ ഈശോ ശരീരവും രക്തവും നമുക്ക് തരുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പ്രലോഭനം വന്നേക്കാം. എല്ലാവർക്കും ഇല്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ ടോക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു അബദ്ധം പറ്റിപ്പോൾ ഈശോ ഇതന്നെ ഈ സമയത്ത്, ഈശോ ഇതന്നെ ഇത്രയും നേരം, എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമൊക്കെയാണ്, പക്ഷേ ഈശോ വിശുദ്ധ കുർബാന എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്നു, ഇത്രയും സമയം പോകുന്നു, ഇത്രയും നേരം നിൽക്കുന്നു, മുട്ടുകുത്തി നിൽക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, വിലയുള്ളത് ഈശോ തരുമ്പോൾ നമ്മൾ നന്നായിട്ട് വില കൊടുക്കണം. നമുക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ ഒട്ടും നമുക്ക് കിട്ടാത്തൊരു ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ സമയം. പക്ഷേ നമുക്ക് വേണ്ടി ഇഷ്ടംപോലെ സമയം നമ്മൾ മാറ്റി വയ്ക്കുന്നില്ലേ? നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ ഈശോ ഇത് തരുന്ന സമയത്ത് ആ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ എന്തോരം സമയം കൊടുക്കണം, വില കൊടുക്കണം. ഇന്ന് വില കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കുക, നിങ്ങൾ അത് കൊടുക്കുക, ഇത് കൊടുക്കുക എന്നല്ല. ഏറ്റവും മൂല്യമേറിയത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാം കയ്യിലുള്ളത് നമ്മുടെ സമയമാണ്. ഇത് പോയാൽ തീർന്നു. പൈസ പോയോ തിരിച്ചു പിടിക്കാം, ആരോഗ്യം പോയോ ചിലപ്പോൾ തിരിച്ചു പിടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ സമയം ഇന്ന് തീർന്നില്ലേ? അതുകൊണ്ട് ഏറ്റവും വിലയേറിയത് സമയം എടുത്ത് ബലിയർപ്പിക്കാനും ആരാധിക്കാനും സമയത്തിന് പോകാനും ഈശോയുടെ മുമ്പിൽ കൂടുതൽ സമയം ഇരിക്കാനും ഒക്കെ ആയിട്ട് ശ്രമിക്കണം. ഈ സാമുവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം അവസാനിക്കുമ്പോഴേ 24-ാം അധ്യായം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 2 സാമുവേൽ 24 ദാവീദ് ഇങ്ങനെ ബലിയർപ്പണം നടത്താൻ വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കുന്നു. അപ്പോൾ ആ രാജ്യത്തെ രാജാവാണല്ലോ, എവിടെ വേണേലും രാജാവിൻ്റെ സ്ഥലമാണ്. രാജാവിന് എവിടെ പോയി അവിടെ ബലിയർപ്പിക്കണം, ഇല്ലെങ്കിൽ ഇവിടെ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ആരും തടസ്സം നിൽക്കാൻ പോകുന്നില്ല. പക്ഷേ ദാവീദ് ഈ 24-ാം അധ്യായം മുഴുവൻ വായിച്ചു നോക്കണം. അരവന എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്, ആ നാട്ടിലൊരു പൗരനാണ്. അരവനാട് എടുത്ത് ചെന്ന് അയാളുടെ ആ സ്ഥലം മേടിക്കണം. ആ സ്ഥലം മേടിച്ച് അവിടെ ബലിപീഠം പണിത് അവിടെ ദഹനബലി അർപ്പിക്കണം എന്നാണ് ദാവീദ് ആഗ്രഹിക്കുക. അരവനാട് എടുത്ത് ചെന്നിട്ട് ഈ ഒരു ആവശ്യം പറയുമ്പോൾ ഈ അരവന എന്ന് പറഞ്ഞൊരു വ്യക്തി ദാവീദിനോട് പറയുന്നുണ്ട്, രാജാവേ, പ്രഭു, എൻ്റെ കർത്താവ് എൻ്റെ അടുത്തേക്ക് വന്നേക്കണോ, എല്ലാം എടുത്തോ. കർത്താവ് എന്ന് പറയുമ്പോൾ ഈശോ എന്നൊരു കൺസെപ്റ്റിലല്ല, ദ ലോഡ്, എൻ്റെ അധികാരിയായ എൻ്റെ രാജാവ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്, എന്ത് വേണേലും എടുത്തോളം പറയാണ്, ഫ്രീ ആയിട്ട് എടുത്തോളം പറയാണ്. പക്ഷേ ദാവീദ് തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. 24-ാം അധ്യായം 24-ാം വാക്യത്തിൽ, എൻ്റെ കർത്താവിന് ബലി അർപ്പിക്കുമ്പോൾ എനിക്ക് വെറുതെ ബലി അർപ്പിക്കേണ്ട, എനിക്ക് വില കൊടുത്ത് ബലിയർപ്പിക്കണം. അത് എനിക്ക് കഷ്ടപ്പാടില്ലാത്ത, എനിക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരു ബലിയർപ്പണം എനിക്ക് പറ്റത്തില്ല. എൻ്റെ കർത്താവിന് അങ്ങനെ ഒരു ബലിയർപ്പണം ഞാൻ കൊടുക്കത്തില്ല, വില കൊടുത്ത് ഞാൻ ബലിയർപ്പിക്കുള്ളൂ എന്ന് ദാവീദ് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ദാവീദ് വില കൊടുത്തത് മേടിച്ചു, എന്നിട്ട് അവിടെ ബലിയർപ്പിച്ചു. 25-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കണം. 2 സാമുവേൽ 24-ന്റെ അവസാനത്തെ വാക്യമാണ്. അങ്ങനെ ദഹനബലി അർപ്പിച്ചപ്പോൾ ദാവീദിന് സംഭവിച്ചത്, ദാവീദിൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു, ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി എന്നാണ് പറയുക. അതായത് വെറുതെ ബലിയർപ്പിക്കുകയല്ല, ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായിട്ട്, ഇല്ലെങ്കിൽ പരാതി പറഞ്ഞുകൊണ്ട് ബലിയർപ്പിക്കുകയല്ല, ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ടോ, ഇല്ലെങ്കിൽ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ബലിയർപ്പിക്കുകയല്ല. എൻ്റെ കർത്താവിന് ഞാൻ ബലിയർപ്പിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് ബലിയർപ്പിക്കണമെന്ന് തീരുമാനിച്ച് വില കൊടുത്ത് ബലിയർപ്പിച്ച ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ടു. നമ്മളൊരു 100 ബലിയർപ്പിച്ചിട്ടുണ്ടാകാം,
നമ്മളൊരു 100 തവണ പള്ളിയിൽ പോയിട്ടുണ്ടാകാം, പക്ഷേ എന്നിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുകയാണ്. വിശുദ്ധ കുർബാനയെ നമ്മൾ സമർപ്പിച്ച നിയോഗങ്ങൾ ചിലപ്പോൾ സാധിക്കാതെ പോകുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വില കൊടുക്കുക, വില കൊടുത്ത് ബലിയർപ്പിക്കുക. ബലിയർപ്പിച്ചപ്പോൾ അങ്ങനെ ദഹനബലി അർപ്പിച്ചപ്പോൾ ദാവീദിൻ്റെ പ്രാർത്ഥന കേട്ടു. 10 ദിവസം കഴിഞ്ഞിട്ടല്ല, കേട്ടു. ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി. ഒരു വലിയ പ്രതിസന്ധി മാറിക്കിട്ടി. നമുക്ക് തിരുസഭയിൽ നമുക്ക് ഈശോയുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ സമർപ്പിക്കാനുള്ള ഏറ്റവും നല്ല ആരാധനയാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയിലും നമ്മുടെ നിയോഗങ്ങൾ സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു മേഖലയിലൊന്ന് ശ്രദ്ധിക്കണം. പരാതികളോടെ, അശ്രദ്ധയോടെ, അത്ര പ്രാധാന്യം കൊടുക്കാതെ, മൂല്യം കൊടുക്കാതെയാണ് നമ്മൾ ബലിയർപ്പിക്കുന്നതെങ്കിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകും. വലിയ മഹാമാരി മാറാൻ, വലിയ സങ്കടം മാറാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം വൈകും. ഒറ്റ കാരണം, വില ഉള്ളത് ഈശോ തരുമ്പോൾ വില കൊടുത്ത് നമ്മൾ ആ ബലിയർപ്പിക്കണം. ഈശോയുടെ നാമം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. അടുത്ത വിശുദ്ധ കുർബാന ഏറ്റവും അനുഗ്രഹത്തോടെ അർപ്പിക്കാൻ, ആ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ഈശോയെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന മഹാമാരികൾ മാറാൻ കർത്താവ് നേരിട്ടിറങ്ങി ഇടപെടട്ടെ. ഏറ്റവും വലിയ അത്ഭുതമായ ഈശോ നിൻ്റെ ഉള്ളിലേക്ക് വരികയും നീ ഈശോയിൽ ഒന്നായി തീരുകയും ചെയ്യുന്ന ഒരു അനുഭവം അടുത്ത വിശുദ്ധ കുർബാനയിൽ ഇനിയുള്ള എല്ലാ വിശുദ്ധ ബലിയർപ്പണത്തിലും ഉണ്ടാവട്ടെ. വിലയുള്ളത് ഈശോ തരുന്നു, വില കൊടുത്തത് മേടിക്കുക. കർത്താവിൻ്റെ നാമം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.